വെക്കേഷനൊക്കെ ആയിട്ട് എവിടേക്കും പോയിട്ടില്ല എന്നുള്ള താത്താൻ്റെ കുട്ടികളെ പരാതി കാരണം ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ കാലിക്കറ്റ് ബീച്ചിക്ക്. വേറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടേക്കാണ്. വന്നപ്പോൾ തന്നെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത്. നല്ല കോളിഫ്ലവറും കല്ലുമ്മക്കായും പിന്നെ അതേപോലെ ചൊരണ്ടി ഐസൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് റാഹത്തായതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹയാനുവിനെ ഓരോന്നും കേട്ടില്ല എന്നിട്ട് മാമൻ്റെ പരിപാടി. ഓനാണെങ്കിലോ ഇങ്ങനത്തേന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ കണ്ണുപെട്ടതാണ് കേട്ടോ അതാ പോണ ഒട്ടകം. അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല, അതിമ കയറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിചാരിച്ച പോലെ ഞാനും ഷിഫും ഹയാനും കൂടിയാണ് കേട്ടോ അതിമ കയറിയിട്ടുണ്ടായിരുന്നു. അതിമ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അവിടുന്ന് ഇവിടെ എത്തണ വരെ ഞങ്ങൾ രണ്ടാളും ഒരേ ചെറിയായിരുന്നു കേട്ടോ. ഹയാനുവിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതാണ്. കുറച്ചു നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹയാനും ആണെങ്കിലോ പാൻറ്റിലും കുപ്പായത്തിലും ഒക്കെ നിറയെ മണലായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൻ ആ പാർക്കിലൊക്കെ കുറച്ചു നേരം ഇരുത്തി ഓനക്ക് ഓരോന്നും കയറണം എന്നായിരുന്നു കേട്ടോ. പിന്നെ ഇതിമ്മലും കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് മാമന് പിന്നെയും കയറ്റാണ് കേട്ടോ ഓനെ. ഞങ്ങൾ ബീച്ചിൻ്റെ ഈ പാർക്കൊക്കെ ഉള്ള ഈ സൈഡിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ഏരിയ ആയതുകൊണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ഞാൻ അയാനുവിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ്. അവിടുന്ന് അൽഫാം മന്തിയൊക്കെ കഴിച്ച് റാഹത്തായി ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.